ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മുടെ എക്കണോമിക്സ് മോഡൽ എക്സാം ഇതാ നാളെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ടുണ്ട് അല്ലേ. +1 എക്കണോമിക്സിൽ നമുക്ക് 17 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് ഉണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മിസ് എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ മിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നാളത്തെ മോഡൽ എക്സാമിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന എസ് എ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കുക, എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങൾക്ക് മുൻകൂട്ടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നാളത്തെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുന്ന സമയത്ത് ഇതിൽ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, അവിടെ എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അതിന്റെ ആൻസേഴ്സ് മിസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ LPG എന്നുള്ള പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം 8 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട്. അത് ന്യൂ ഇക്കണോമിക് പോളിസിനെ കുറിച്ചായിരിക്കും. 1991 ന്യൂ ഇക്കണോമിക് പോളിസിനെ കുറിച്ചായിരിക്കും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം എന്ന് വെച്ചാൽ, ആദ്യം ലിബറലൈസേഷൻ എന്താണ് എന്നുള്ളത് എഴുതണം. പിന്നെ നമുക്കറിയാം ലിബറലൈസേഷൻ ഈ 5 ഏരിയകളിലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിൽ, ടാക്സിൽ, ഫോറിൻ എക്സ്ചേഞ്ചിൽ, ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസിയിൽ. അപ്പൊ ഈ 5 മേഖലകളിലും എന്തൊക്കെയാണ് ലിബറലൈസേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പ്രൈവറ്റൈസേഷനിലേക്ക് വരാം. എന്താണ് പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം അവിടെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളത് കൂടെ മെൻഷൻ ചെയ്യണം. നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ തന്നെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക് സെക്ടറിന്റെ ഒരു സ്ഥാപനം ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നമ്മൾ എന്തിനു വെക്കുക, പ്രൈവറ്റ് സെക്ടറിന് സെയിൽ ചെയ്യുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മിസ് ആൻസേഴ്സ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആൻസേഴ്സ് എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് മിസ് കാണിക്കുന്നുണ്ട് കേട്ടോ. then അടുത്തത് ഗ്ലോബലൈസേഷൻ ആണ്. ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ക്ലോസർ ഇന്റഗ്രേഷൻ ഓഫ് കൺട്രീസ് ആണ്, അത് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അവിടെ തന്നെ നിങ്ങൾ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് ഒരൊറ്റ സെന്റൻസിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്നുള്ളത്. നമുക്കറിയാം ഒട്ടുമിക്ക ഡെവലപ്ഡ് കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും റെഗുലർ സർവീസസ് ഹയർ ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയാം, അത് മെൻഷൻ ചെയ്യണം. പിന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്ന് ഇതേപോലെ ഒരൊറ്റ സെന്റൻസിൽ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ LPG കുറിച്ച് എന്തായാലും 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ലിബറലൈസേഷനെ കുറിച്ചും പ്രൈവറ്റൈസേഷനെ കുറിച്ചും ഗ്ലോബലൈസേഷനെ കുറിച്ചും മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ പോവേർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഒരു എസ്സേ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഉറപ്പായിട്ടും പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആയിരിക്കും, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളായിരിക്കും. ഇവിടെ ചോദിച്ചിട്ടുണ്ട് അനലൈസ് ദ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ക്രിട്ടിക്കലി അസസ് ചെയ്യാനും കൂടെ പറയുന്നുണ്ട്. അതിന് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ലിമിറ്റേഷൻസ് ആണ്. നമുക്കറിയാം ഒട്ടുമിക്ക പ്രോഗ്രാമുകളും സക്സസ് ആയിട്ടുണ്ടായിരുന്നില്ല, ഒട്ടുമിക്ക പ്രോഗ്രാമുകളിലേക്കും ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് സഫീഷ്യന്റ് ആയിരുന്നില്ല, പിന്നെ അതിൽ കറപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. 4 പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ മെൻഷൻ ചെയ്യാനുണ്ട്. പിന്നെ പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് നമുക്ക് 3 കാറ്റഗറി ആയിട്ടാണ് വരുന്നത്. സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൽ 3ലുമായിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 കാറ്റഗറികളിൽ നിന്നും മിനിമം 4 പ്രോഗ്രാംസ് എങ്കിലും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പഠിച്ചു വെച്ചേക്കുക. 8 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും ഇതെല്ലാം ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ നിന്നൊരു 4 ഉണ്ട്. അപ്പൊ REGP റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, PMRV പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന, പിന്നെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന, പിന്നെ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗാർ യോജന, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ജവഹർ റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന. ഈ പദ്ധതികളെല്ലാം ഒന്നുകിൽ സെൽഫ് എംപ്ലോയ്മെന്റോ അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റോ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ആണ്. പിന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമും ഫുഡ് എൻഷ്യൂർ ചെയ്യുന്ന പദ്ധതികളാണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം ഉണ്ട്, മിഡ് ഡേ മീൽ സ്കീം ഉണ്ട്, അന്നപൂർണ സ്കീം ഉണ്ട്, അന്ത്യോദയ അന്നയോജനയുണ്ട്. ഇതെല്ലാം ഒരു രീതിയിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന പദ്ധതികളാണ്. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസിൽ ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ആം ആദ്മി ബീമാ യോജന, ഇന്ദിരാഗാന്ധി നാഷണൽ പെൻഷൻ സ്കീം, RSBY രാഷ്ട്രീയ സ്വാസ്ഥിക ബീമാ യോജന, അടൽ പെൻഷൻ യോജന, ജനശ്രീ ബീമാ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് ജീവൻ ജ്യോതി ബീമാ യോജന, പ്രൈം മിനിസ്റ്റർ സുരക്ഷാ ബീമാ യോജന, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. ഇതാണ് നമ്മുടെ പെൻഷൻ കൊടുക്കുന്ന പദ്ധതി. അപ്പൊ ഈ പദ്ധതികളിൽ ഈ 3 കാറ്റഗറികളിലും ഒരു 4 എണ്ണെങ്കിലും മിനിമം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. അതിനർത്ഥം ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ളത് നിങ്ങൾ നോക്കി വെക്കണം. എപ്പോഴെങ്കിലും നമുക്ക് 1 മാർക്കിന് എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ അത് എഴുതാൻ പറ്റണം. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു 4 എണ്ണെങ്കിലും പഠിച്ചു വെച്ചേക്കുക. അടുത്ത ചോദ്യം നമ്മുടെ റൂറൽ ഡെവലപ്മെന്റ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ റൂറൽ ഡെവലപ്മെന്റ് നമുക്ക് 8 മാർക്കിനൊക്കെ കഴിഞ്ഞ് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. റൂറൽ ഡെവലപ്മെന്റിന് ചോദിക്കുന്നത് ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചാണ്. എന്തിനാണ് റൂറൽ ഏരിയയിൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് ആദ്യം ചോദിക്കുന്നത്. നമുക്കറിയാം അഗ്രികൾച്ചർ ആണ് അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. അഗ്രികൾച്ചർ എപ്പോഴും പ്രോഫിറ്റബിൾ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് മറ്റൊരു ബദൽ ജീവന മാർഗം കൂടി ഇവർ കണ്ടെത്തി വെക്കണം. അതുകൊണ്ടാണ് ഡൈവേഴ്സിഫിക്കേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? അപ്പൊ അനിമൽ ഹസ്ബൻഡറി, കന്നുകാലി വളർത്തൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ
അവിടെ മെൻഷൻ ചെയ്യണം. റൂറൽ ഏരിയയിൽ ഒരുപാട് പേർക്ക് അത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഫിഷറീസ് എന്താണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. മത്സ്യബന്ധനമാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ കടൽ തീരം വരുന്ന ആ ഏരിയയിലൊക്കെ ഇതൊരു നല്ല ജീവന മാർഗ്ഗമാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. പിന്നെ ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും പ്ലാന്റ്സിന്റെയും ഫ്ലവേഴ്സിന്റെയും ഒക്കെ കൃഷിയാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. പിന്നെ നമുക്കറിയാം ഇത് കൂടാതെ IT എനേബിൾഡ് സർവീസസ് കൂടെ റൂറൽ ഏരിയയിൽ വരുന്നുണ്ട്. ഇതും കൂടി മെൻഷൻ ചെയ്യുക. ഇതൊക്കെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ മക്കളെ നമ്മുടെ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ഇതാ വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നൊരു ചോദ്യം ഡിഫൈൻ ചെയ്യാനാണ്. നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം, ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദി പ്രസന്റ് ജനറേഷൻ അല്ലെ, ഇപ്പോൾ ഉള്ള ജനറേഷന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ അതൊരിക്കലും എങ്ങനെയാകരുത്, ഇനി വരുന്ന തലമുറയ്ക്ക് അവർക്ക് കൂടി ഇവിടെ ജീവിക്കാനുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ട റിസോഴ്സസ് നേടിയെടുക്കാനുള്ള എബിലിറ്റി തകർത്തുകൊണ്ടാകരുത്. അതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഡെഫിനിഷൻ. അത് പഠിച്ചു വെക്കണം. പിന്നെ ഇതാ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് 8 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അവിടെ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി യൂസ് ചെയ്യാം. LPG ഗോബർ ഗ്യാസും റൂറൽ ഏരിയയിൽ, CNG അർബൻ ഏരിയയിൽ, വിൻഡ് എനർജി, സോളാർ എനർജി, മിനി ഹൈഡൽ ചെറിയ ഡാമുകൾ, ട്രഡീഷണൽ നോളജും പ്രാക്ടീസുകളും, ഓർഗാനിക് ഫാമിംഗ്, പിന്നെ ബയോ കമ്പോസ്റ്റ് യൂസ് ചെയ്യുക, ബയോ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുക. ഇത്രയും 10 പോയിന്റ്സ് ഉണ്ട്. ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കുക, കാരണം 8 മാർക്കിനാണ് നമുക്കിത് ചോദിക്കുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ കളക്ഷൻ ഓഫ് ഡാറ്റ. 8 മാർക്കിന് ഒരു തവണ മാത്രം ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടെങ്കിലും ഇതൊന്ന് എക്സ്പെക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് 5 മാർക്കിന് എന്തായാലും ഉണ്ടാവും. ഓക്കെ, അതായത് വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ എന്നുള്ളതാണ്. 3 മെത്തേഡ്സ് ആണുള്ളത്. ആ ഓരോ മെത്തേഡ്സിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പേഴ്സണൽ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷനിലൂടെയാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ആ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ വരുന്നത് മെയിലിംഗ് ക്വസ്റ്റ്യനെയർ ആണ്. മെയിലിംഗ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെയിൽ അയച്ചു കൊടുക്കുകയാണ്. അതിന്റെ കൂടെ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യനെയർ നമ്മൾ പറയുന്ന ഡേറ്റിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് തിരിച്ചയച്ചു തരണം. ഓക്കെ, അപ്പൊ ആ ഒരു മെത്തേഡിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിക്കാം. പിന്നെ ടെലിഫോൺ ഇന്റർവ്യൂ ആണ്. ടെലിഫോണിലൂടെയാണ് അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ആ മെത്തേഡിന്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒജീവ് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കണം. മീഡിയനും ഗ്രാഫിക്കലി ലൊക്കേറ്റ് ചെയ്യണം. ആ രീതിയിലായിരിക്കും 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. നമുക്കറിയാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെസ് ദാൻ ടേബിൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എടുക്കുന്നു, എന്നിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. ഫ്രീക്വൻസി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നു. പിന്നെ മോർ ദാൻ കാണണമെങ്കിൽ ഓരോ ക്ലാസിന്റെ ലോവർ ലിമിറ്റ് എടുക്കുന്നു, അതിന് മുന്നിൽ മോർ ദാൻ എന്ന് ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ ഫ്രീക്വൻസിന്ന് തുടങ്ങി ഓരോ ഫ്രീക്വൻസി ആയിട്ട് മൈനസ് ചെയ്ത് വരണം. ഇനി നമ്മൾ ഈ ലെസ് ദാൻ മോർ ദാൻ എന്നുള്ളത് എക്സ് ആക്സിസിലും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി Y ആക്സിസിലും പ്ലോട്ട് ചെയ്തിട്ട് ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കണം. ഇനി മീഡിയൻ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ 2 ഒജീവും കൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ നിന്നും നിങ്ങൾ താഴോട്ടൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എക്സ് ആക്സിസിൽ എവിടെ മുട്ടുന്നോ അതാണ് നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ടേബിൾ കൂടെ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് മാർക്ക് കേട്ടോ. അതുകൊണ്ട് ഈ ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും മീനും മീഡിയനും മോഡും ഒരുമിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും 8 മാർക്കിന് ഉണ്ടായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും കണ്ടിന്യൂസ് സീരീസിലെ മീനും മീഡിയനും മോഡും കാണാനാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ജസ്റ്റ് അതിന്റെ ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, മീൻ കാണാൻ വേണ്ടി ഇതാണ് നമ്മുടെ ഇക്വേഷൻ സിഗ്മ FM/n. അതുകൊണ്ട് M വേണം, അതായത് ഓരോ ക്ലാസിന്റെ മിഡ് പോയിന്റ് വേണം. പിന്നെ Fനെ M കൊണ്ട് ഗുണിക്കണം, അപ്പൊ FM കിട്ടും. FM-ന്റെ ടോട്ടൽ നമ്മൾ എടുക്കണം, FM-ന്റെ ടോട്ടലും എടുക്കണം. പിന്നെ ഈ N എന്ന് പറയുന്നത് എന്തിന്റെ ടോട്ടലാണ്, ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഓക്കെ, അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 36.3 എന്നുള്ള പോലെ നമുക്ക് മീൻ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം കേട്ടോ. ദെൻ മീഡിയൻ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. എന്നിട്ട് N/2 നമ്മൾ ആദ്യം ചെയ്യണം. N എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി തന്നെയാണ്. അപ്പൊ N/2 നമ്മൾ ചെയ്യുന്നു. പിന്നെ N/2 കിട്ടിയ N/2നെ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലൊക്കേറ്റ് ചെയ്യണം. അതിനേക്കാൾ വലിയ നമ്പർ ഏതാണെന്ന് നോക്കണം. അപ്പൊ നമുക്ക് മീഡിയൻ ക്ലാസ് കിട്ടും. പിന്നെ L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ആണ്. N/2 എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. CF എന്ന് പറയുന്നത് തൊട്ടു മുന്നേ ഉള്ള ക്ലാസിന്റെ CF ആണ്. F എന്ന് പറയുന്നത് ആ സെയിം ക്ലാസിന്റെ F ആണ്. H എന്ന് പറയുന്നത് ക്ലാസ് ഇന്റർവൽ ആണ്. ചിലരെങ്കിലും ചില സ്കൂളുകളിലെങ്കിലും I എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതും ക്ലാസ് ഇന്റർവൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം 30 - 22 ചെയ്യുന്നു, by 15 ചെയ്യുന്നു, into 10 ചെയ്യുന്നു, പ്ലസ് 30 ചെയ്യുന്നു. അപ്പൊ നമുക്ക് 35.33 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ,
ദെൻ മോഡ് കാണുന്ന സമയത്ത് ആദ്യം ഏറ്റവും ഫ്രീക്വൻസി ഉള്ള ക്ലാസ് കണ്ടുപിടിക്കണം, അതാണ് മോഡൽ ക്ലാസ്. അതിനുശേഷം L ലോവർ ലിമിറ്റ് ആണ്. D1 എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നേ ഉള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയുമായിട്ടുള്ള വ്യത്യാസമാണ്, അത് 5 ആണ്. D2 എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെയുള്ള ക്ലാസിന്റെ ഫ്രീക്വൻസിയുമായിട്ടുള്ള വ്യത്യാസമാണ്, അത് 6 ആണ്. ദെൻ 5 + 6 എന്ന് പറയുന്നത് നമുക്ക് 11 ആണ്. സോ 5/11 × 10 + 30 34.54 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോഡായിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ഉണ്ടായിരിക്കുക, മീൻ മീഡിയൻ മോഡ് കണ്ടുപിടിക്കാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അപ്പൊ ഇത്രയും രീതിയിലാണ് എസ് എ ക്വസ്റ്റ്യൻസ് വരാൻ. നമ്മൾ പറഞ്ഞ പോലെ LPG-ന്ന്, അല്ലെങ്കിൽ പോവേർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എൻവിയോൺമെന്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാറ്റിയിലേക്ക് വരികയാണെങ്കിൽ കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്ന്, അല്ലെങ്കിൽ ഒജീവ്, അല്ലെങ്കിൽ മീൻ മീഡിയൻ മോഡ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങളുടെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് എസ് ആയിട്ട് ചോദിക്കേണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും ഈ മിസ് കാണിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത്, പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ ഇന്ന് വൈകുന്നേരമുള്ള നമ്മുടെ മാരത്തോണിൽ എല്ലാ മക്കളും ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.